നെക്സ്റ്റ് സെക്ഷൻ ദ ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ദ പോസ്റ്റ്മാൻ പ്രോബ്ലം ഈസ് ഹൗ ടു കവർ ഓൾ ദ സ്ട്രീറ്റ്സ് ഇൻ ദ റൂട്ട് ആൻഡ് റിട്ടേൺ ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് with as little traveling as possible. It is usually referred to as CPP. ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം, CPP. അതായത് പോസ്റ്റ്മാൻ അറിയാം, നമുക്ക് എല്ലാ സ്ട്രീറ്റിലും അവരുടെ ഈ ലെറ്റേഴ്സ് കൊടുക്കേണ്ട സ്ട്രീറ്റ്സിലൊക്കെ പോയി കവർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഗ്രാഫിക്കൽ ടേമാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ, അതായത് സ്റ്റേറ്റ് ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഗ്രാഫിക്കലായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതായത് വി കൺസ്ട്രക്ട് എ വെയ്റ്റഡ് ഗ്രാഫ് ജി. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയാൻ കാരണം ലാസ്റ്റ് പറയാം. വി കൺസ്ട്രക്ട് എ വെയ്റ്റഡ് ഗ്രാഫ് ജി ഹൂസ് ഈച്ച് എഡ്ജ് റെപ്രസെൻറ്റ്സ് എ സ്ട്രീറ്റ് ഇൻ ദ പോസ്റ്റ്മാൻസ് റൂട്ട്. ഇപ്പോൾ പോസ്റ്റ്മാൻ്റെ റൂട്ടിലുള്ള ഓരോ അതായത് ഈ റൂട്ടിനെ നമ്മൾ എഡ്ജായിട്ടും അതുപോലെ ജംഗ്ഷനെ വെർട്ടക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം ഓരോ റൂട്ടിനും ഓരോ ലെങ്ത് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ലെങ്ത്ത് നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടാണ് ശരിക്കും ഗ്രാഫ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈച്ച് വെർട്ടക്സ് റെപ്രസെൻറ്റ്സ് എ ജംഗ്ഷൻ ഓഫ് സ്ട്രീറ്റ്സ്. ആദ്യം ഈച്ച് എഡ്ജ് റെപ്രസെൻറ്റ്സ് എ സ്ട്രീറ്റ് ഇൻ ദി postman's route. Each vertex represents a junction of streets and the weight assigned to each edge represents the length of the street. അപ്പോൾ എഡ്ജ് റെപ്രസെൻറ്റ്സ് ഒരു ഗ്രാഫാണ് ശരിക്കും ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ഈ ലെറ്റർ കൊടുക്കാൻ പോകണം, ഓരോ റൂട്ടിലും ലെറ്റർ കൊടുക്കാൻ പോകണം. അപ്പോൾ അതിനകത്ത് ഇയാൾ സഞ്ചരിക്കുന്ന റൂട്ടിൽ അതിലുള്ള ആ റൂട്ടിനെ നമ്മൾ ഈ എഡ്ജായിട്ടും ഓരോ സ്ട്രീറ്റിനെയും എഡ്ജായിട്ടും അതുപോലെ ഓരോ ജംഗ്ഷനെയും വെർട്ടക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇനി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി സ്ട്രീറ്റ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ആ സ്ട്രീറ്റിൻ്റെ ലെങ്തിനെയാണ് വെയ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഗ്രാഫിൽ വരുന്നത്. ഇഫ് വി ഡിഫൈൻ ദ വെയ്റ്റ് ഓഫ് എ ടൂർ എന്ന് പറഞ്ഞാൽ ഇയാൾ സഞ്ചരിക്കുന്ന പാത, അതാണ്. ഇഫ് വി ഡിഫൈൻ ദ വെയ്റ്റ് ഓഫ് എ ടൂർ V0 E1, അതായത് V0 എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് E1 V1 E2 എക്സെട്ര Vn എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആ ജംഗ്ഷനിൽ തന്നെ എത്തണം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പോസ്റ്റ്മാൻ മറ്റേ ലെറ്റേഴ്സ് എടുക്കുന്നത് ആ ജംഗ്ഷൻ V0 ആണെങ്കിൽ നമ്മൾ വീണ്ടും ആ ജംഗ്ഷനിൽ തന്നെ തിരിച്ചെത്തണം നമ്മൾ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ഓഫ് എ ടൂർ എന്ന് പറഞ്ഞാൽ V0 E1 V1 E2 എക്സെട്ര En V0 ഇൻ G ടു ദ സം ഓഫ് ദി വെയ്റ്റ്സ് ഓഫ് ഇറ്റ്സ് എഡ്ജസ്. അതായത് ഓരോ സ്ട്രീറ്റിൻ്റെയും ലെങ്ത്ത് W ഓഫ് E1. ഫസ്റ്റ് E1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രീറ്റ് ആണ്. W ഓഫ് E1 എന്ന് പറഞ്ഞാൽ ആ സ്ട്രീറ്റിൻ്റെ ലെങ്ത്ത്. W ഓഫ് E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ട്രീറ്റിൻ്റെ ലെങ്ത്, അങ്ങനെ എക്സെട്ര W ഓഫ് En വരെ ഉണ്ട്. ദ CPP ഈസ് ജസ്റ്റ് ദാറ്റ് ഓഫ് ഫൈൻഡിങ് എ ടൂർ ഓഫ് മിനിമം വെയ്റ്റ് ഇൻ ദി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മിനിമം വെയ്റ്റ് ഇൻ എ വെയ്റ്റഡ് ഗ്രാഫ് വിത്ത് നോൺ നെഗറ്റീവ് വെയ്റ്റ്സ്. അതായത് നമ്മൾ ഏറ്റവും മിനിമം വെയ്റ്റ്, അതായത് ഏറ്റവും കുറവ് ദൂരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ക്ലാസ്സിലോട്ട് വരുന്നതിന് നമുക്ക് 2-3 വഴിയുണ്ടാവും. പക്ഷേ നമ്മൾ ഏറ്റവും കുറവ് ദൂരമുള്ള വഴി കൂടെ സഞ്ചരിച്ച് ക്ലാസ്സിലെത്തുക. അതുപോലെ നമുക്കിപ്പം 2-3 ജംഗ്ഷനിൽ ചിലപ്പം ഈ ലെറ്റേഴ്സ് കൊടുക്കാനുണ്ടാവും. പക്ഷേ നമ്മളൊരു ഏറ്റവും എളുപ്പമായിട്ടുള്ള വേയിൽ കൂടെ എല്ലാ ജംഗ്ഷനിലും ചെല്ലുകയും വേണം. പക്ഷേ ഏറ്റവും കുറവ് ദൂരമുള്ള വേ തിരഞ്ഞെടുക്കുക. അതാണ് മിനിമം വെയ്റ്റ്. മിനിമം വെയ്റ്റ് മീൻസ് മിനിമം ദൂരം കവർ ചെയ്യാൻ എല്ലാ ജംഗ്ഷനും കവർ ചെയ്യണം. പക്ഷെ നമുക്ക് ഈ പോസ്റ്റ് കൊടുക്കാനുള്ള ലെറ്റർ കൊടുക്കാനുള്ള എല്ലാ ജംഗ്ഷനും നമ്മൾ കവർ ചെയ്യുകയും വേണം. പക്ഷേ കുറച്ച് ദൂരം സഞ്ചരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള വേ കണ്ടുപിടിക്കുന്നതാണ് ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം മെയിനായിട്ട് പറയുന്നത്. ഇതിനകത്ത് ഡെഫിനിഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ.
ഇതിനകത്ത് ഇതാണ് എക്സാമ്പിൾ ഓഫ് CPP നോക്കിക്കോ. ഇതാണ് നിങ്ങൾ ഇപ്പോൾ ഇത് ഈ V1 V2 എക്സെട്ര അപ് ടു V7 വരെ തന്നിട്ടുണ്ട്. V3 V4 V5 V6 V7. അപ്പോൾ 7 ജംഗ്ഷൻ ഉണ്ട്. അതുപോലെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന നമുക്ക് കുറേയധികം സ്ട്രീറ്റും ഉണ്ട്. ഈ 11 15 13 21 എന്നൊക്കെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് ആണ്. അതായത് ഈ V1 എന്ന് പറയുന്ന സ്ട്രീറ്റ് ജംഗ്ഷനിൽ നിന്ന് V2 വരെ വരാനുള്ളത് 11 ആണ് അതിൻ്റെ കിലോമീറ്റേഴ്സ്. അത് അവർ പറയുന്ന ഒരു മെഷറിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം ഇവിടെ വരണം, പിന്നെ ഇവിടെ പോകണമായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും മിനിമം ആയിട്ട് എത്ര ലെങ്ത് എടുക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു വേ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും എൻഡും ചെയ്യേണ്ടത്. അതാണ് ഒരു മെയിനായിട്ട് വേറൊരു കാര്യം. നമ്മൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ഒപ്റ്റിമൽ ടൂർ എടുത്തിട്ടുണ്ട്. ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ മിനിമം വെയ്റ്റഡ് ടൂർ. അത് V1ലാണ് V1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഗെയിൻ V1 തന്നെ എത്തണം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ജംഗ്ഷനും നമ്മൾ ടച്ച് ചെയ്തിട്ട് ഏറ്റവും ചെറിയ, അതായത് നമ്മൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ വെയിറ്റ് മീൻസ് ആ ലെങ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ലെങ്ത് നമ്മൾ ആഡ് ചെയ്യുക. ഏറ്റവും അപ്പോൾ കുറവ് ലെങ്ത് വരുന്ന രീതിയിൽ ഈ ഒരു ഫിഗറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ വേ ചൂസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നോക്കിയോ V1, ഇവർ പറയുന്ന ഈ ഒരു വേ നോക്കിയോ V1 V2 അഗെയിൻ V3 കഴിഞ്ഞ് V6 കഴിഞ്ഞിട്ട് അഗെയിൻ V2 അഗെയിൻ V3 V6 V7 പിന്നെ V5 അഗെയിൻ V1 വരുന്നുണ്ട്, അല്ല V1 പിന്നെ V4 V3 കഴിഞ്ഞിട്ട് V1. ഇതാണ് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ടൂർ എന്നാണ് പറയുന്നത്. ബാക്കി വേറെ ഏത് വേ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ ജംഗ്ഷനിലും വരുന്നുമുണ്ട്. ഇപ്പോൾ എല്ലാ ജംഗ്ഷനിലും കൊടുക്കണമായിരിക്കും, ലെറ്റേഴ്സ് കൊടുക്കണം. അപ്പോൾ എല്ലാ ജംഗ്ഷനിലും ടച്ച് ചെയ്യുന്നുമുണ്ട്. പ്ലസ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിമുമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു V1 V2 V3, അപ്പം V1 V2 അപ്പോൾ 11 V2 V3 13, അപ്പോൾ 11 + 13. അപ്പോൾ നമ്മൾ പോയ വഴിയിലുള്ള ഈ വാല്യൂസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കുറവ് ലെങ്ത് വരുന്നത്. വേറെ ഏത് ചൂസ് ചെയ്താലും ഇതിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും കുറവ് ദൂരം വരുന്ന രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുക. അതിനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളതിനെയാണ് ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം CPP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ശരിക്കും ജസ്റ്റ് കാര്യം ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം എന്താണെന്ന് അറിയുക. ആ ഒരു എയിം മാത്രമേ ഇവിടെയുള്ളൂ. നെക്സ്റ്റ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഇത് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ചിലപ്പം ഡെഫിനിഷൻ അതിനകത്തൊരു തിയറം ഉണ്ട്, അതായിരിക്കും മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ്. എന്താണ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് നോക്കിക്കോ. ഡെഫിനിഷൻ എന്താണ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്, അതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കോ. ആദ്യം ഹാമിൽട്ടോണിയൻ പാത്താണ് പറയുന്നത്. എ ഹാമിൽട്ടോണിയൻ പാത്ത് ഇൻ എ ഗ്രാഫ് G ഈസ് എ പാത്ത് വിച്ച് കണ്ടെയ്ൻസ് എവറി വെർട്ടെക്സ് ഓഫ് G. അപ്പോൾ ഒരു പാത്ത് എടുക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ വെർട്ടെക്സും ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയാം. നെക്സ്റ്റ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻ എ ഗ്രാഫ് G ഈസ് എ സൈക്കിൾ എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആയിരിക്കണം. വിച്ച് കണ്ടെയ്ൻസ് എവറി വെർട്ടെക്സ് ഓഫ് G. രണ്ടിലും സെയിം തന്നെയാണ്. എവറി വെർട്ടെക്സ് ഓഫ് G, എല്ലാ വെർട്ടെക്സും കണ്ടെയ്ൻ ചെയ്തിരിക്കണം. അപ്പോൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് എ സൈക്കിൾ വിച്ച് കണ്ടെയ്ൻസ് എവറി വെർട്ടെക്സ് ഓഫ് G. നെക്സ്റ്റ് ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ ഗ്രാഫ് G ഈസ് കാൾഡ് ഹാമിൽട്ടോണിയൻ ഇഫ് ഇറ്റ് ഹാസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. അപ്പോൾ ഒരു ഗ്രാഫിന് ഹാമിൽട്ടോണിയൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. ഇതിനകത്ത് വെർട്ടെക്സ് ആണ് മെയിനായിട്ട് പറയേണ്ടത്, കാരണം നമ്മളെല്ലാ വെർട്ടെക്സും കണ്ടെയ്ൻ ചെയ്തിരിക്കണം. ഒരു ഹാമിൽട്ടോണിയൻ പാത്താണെങ്കിൽ ആ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സും ഉണ്ടായിരിക്കണം. ഹാമിൽട്ടോണിയൻ സൈക്കിൾ ആണെങ്കിലും അതിലുള്ള എല്ലാ വെർട്ടെക്സും ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ഇറ്റ് ഈസ് എ സൈക്കിൾ ആയിരിക്കണം. പിന്നെ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ
ആ ഗ്രാഫിൽ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് കണ്ടീഷൻസ്. അപ്പോൾ ഇത് നോക്കിക്കോ, G1, G2, G3 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. G1 ഹാസ് നോ ഹാമിൽട്ടോണിയൻ പാത്ത്. കാരണം ഹാമിൽട്ടോണിയൻ പാത്ത് ഇല്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അഗെയിൻ ഇവിടെ എത്തുകയാണെങ്കിൽ വീണ്ടും ഈ എഡ്ജ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഇവിടെ എത്തുള്ളൂ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒന്നുകിൽ ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഇങ്ങനെ പോകാം. അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് വരില്ല. അതുകൊണ്ട് അതിനെ ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. G2 നോക്കിക്കോ, G2വിലെ ഹാമിൽട്ടോണിയൻ പാത്ത് നമുക്ക് പറയാൻ പറ്റും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി. B2 A to D to C. അപ്പോഴത്തേക്കും എല്ലാ എഡ്ജും കണ്ടെയ്ൻ ചെയ്യണമെന്നില്ല, എല്ലാ വെർട്ടെക്സും കണ്ടെയ്ൻ ചെയ്തിരുന്നാൽ മതി. അല്ലെങ്കിൽ ഡിന്ന് സ്റ്റാർട്ട് ചെയ്ത് D to C, C to A to B. അപ്പോൾ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട്, പക്ഷേ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഇല്ല. കാരണം ഹാമിൽട്ടോണിയൻ സൈക്കിൾ മീൻസ് നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ എഗെയിൻ നമുക്ക് ഇവിടെ തന്നെ എഗെയിൻ എൻഡ് ആവണം. അടുത്ത് G3 ഹാസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. കാരണം ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാം A to B, B to D, D to C, C to A. അപ്പോൾ ഒരു സൈക്കിളാണ്. സോ G3 കണ്ടെയ്ൻസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. ഇതാണ് എക്സാമ്പിൾ. ഹാമിൽട്ടോണിയൻ ഗ്രാഫിൻ്റെ എക്സാമ്പിൾ ഇതാണ്. അടുത്തൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ്. ഇത് വെച്ചിട്ട് അടുത്ത തിയറത്തിലെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഡെഫിനിഷൻ എല്ലാം സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വച്ചേക്കാം. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കിക്കോ, എ സിമ്പിൾ ഗ്രാഫ്. അപ്പോൾ ഓരോ ഗ്രാഫും പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അതിനകത്ത് ലൂപ്പ് കാണില്ല, അതുപോലെ പാരലൽ എഡ്ജസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സിമ്പിൾ ഗ്രാഫ് G is called മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ. മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ. അപ്പോൾ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ എന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ ആയിരിക്കാൻ പാടില്ല. ബട്ട് ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ബട്ട് ദ അഡിഷൻ ടു ഇറ്റ് ഓഫ് എനി എഡ്ജ് കണക്റ്റിംഗ് ടു നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഫോംസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. അപ്പം മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ ആയിരിക്കാൻ പാടില്ല, എന്നാൽ അതിനകത്തുള്ള നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ്, ഏതെങ്കിലും 2 നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസിനെ ഒരു എഡ്ജ് കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പം അതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫായിട്ട് മാറുകയാണെങ്കിൽ അതിനെ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫ് മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആയിരിക്കില്ല, പക്ഷേ ഏതെങ്കിലും അതിൻ്റെ 2 എഡ്ജസിനെ നമ്മൾ ഒരു 2 വെർട്ടിസസിനെ ഒരു എഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഹാമിൽട്ടോണിയൻ ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയാം. നെക്സ്റ്റ് തിയറം 3.6 ഡയറക്റ്റ് തിയറം. അത് നെയിംഡ് തിയറം ആയതുകൊണ്ട് അതൊരു ലാർജ് തിയറമാണ്, അതുകൊണ്ട് അത് മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തിയറം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ. ഇഫ് G ഈസ് എ സിമ്പിൾ ഗ്രാഫ്, അപ്പോൾ G സിമ്പിൾ ഗ്രാഫ് ആണ് തന്നിട്ടുണ്ട് വിത്ത് n വെർട്ടിസസ്. ഇഫ് G ഈസ് എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് വെയർ n greater than or equal to 3. കണ്ടീഷൻസ് അപ്പോൾ n greater than or equal to 3 ആൻഡ് ഡിഗ്രി D of V. അപ്പോൾ ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ greater than or equal to n/2 ഫോർ എവറി വെർട്ടെക്സ് V of G, then G is Hamiltonian. അപ്പോൾ ഇതാണ് കണ്ടീഷൻസ്. G എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ്, പിന്നെ n greater than or equal to 3 ആണ്. അതുപോലെ ഡിഗ്രി ഓഫ് V, ഏതൊരു വെർട്ടെക്സ് എടുത്താലും അതിൻ്റെ ഡിഗ്രി greater than or equal to n/2 ആയിരിക്കും. അങ്ങനെയാണ് ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ G ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ G ഈസ് ഹാമിൽട്ടോണിയൻ എന്ന് പ്രൂവ് ചെയ്യണം. നമ്മളൊരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പ്രൂഫ് നോക്കിക്കോ. വി സപ്പോസ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ഫാൾസ്. അപ്പോൾ ഇത് ട്രൂ അല്ല, അതായത് കണ്ടീഷൻസ് ഇതുവരെ ഉണ്ട്, ദെൻ G ഈസ് നോൺ ഹാമിൽട്ടോണിയൻ എന്ന് അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് അതൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വി സപ്പോസ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ഫാൾസ്, ദെൻ ഫോർ സം വാല്യൂ n greater than or equal to 3, അതായത് സെയിം ഇതാണ് പറയുന്നത്. ദെൻ ഫോർ സം വാല്യൂ n greater than or equal to 3 there is a Hamiltonian graph in which every vertex has degree at least n/2. അപ്പോൾ there is a non-Hamiltonian graph. നമ്മളിപ്പോൾ എടുത്തത് റിസൾട്ട് ഫാൾസ് ആണെന്ന് അസ്യൂം ചെയ്തല്ലോ. സോ നമുക്ക് കിട്ടാൻ പോകുന്നത് G is a simple graph with n vertices where n greater than or equal to 3 and degree of V greater than or equal to n/2. Then G is non-Hamiltonian എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിനെയാണ് ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ എഴുതിയിട്ടുള്ളത്.
Then for some value n greater than or equal to 3, there is a non-Hamiltonian graph in which every vertex has degree at least n by 2. അപ്പോൾ ഇത് നമ്മൾ അസ്യൂം ചെയ്തേ. അടുത്ത് എനി സ്പാനിങ് സബ്ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിത്ത് പ്രിസൈസ്ലി ദ സെയിം വെർട്ടക്സ് സെറ്റ് ഓൾസോ ഹാസ് എവറി വെർട്ടക്സ് വിത്ത് ഡിഗ്രി അറ്റ്ലീസ്റ്റ് n by 2. അതായത് സ്പാനിങ് സബ്ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഗ്രാഫ് നമ്മളിപ്പോൾ ഇവിടെ എടുത്ത ഈ ജി എന്ന് പറഞ്ഞ സെയിം ഇതിൻ്റെ സ്പാനിങ് സബ്ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര വെർട്ടിസസ് ഉണ്ടോ അത്രയും വെർട്ടിസസ് ഈ സ്പാനിങ് സബ്ഗ്രാഫിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സിമ്പിൾ ഗ്രാഫിൽ നിന്ന് അതായത് നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത ഗ്രാഫ് ഈ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ഉണ്ടല്ലോ, ഈ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫിൽ നിന്ന് ഒരു സ്പാനിങ് സബ്ഗ്രാഫ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് വിത്ത് പ്രിസൈസ്ലി ദ സെയിം വെർട്ടക്സ് സെറ്റ് ഓൾസോ ഹാസ് എവറി വെർട്ടക്സ് വിത്ത് ഡിഗ്രി അറ്റ്ലീസ്റ്റ് n by 2. അതായത് ഇതേ സെയിം കണ്ടീഷൻ, ഇവിടെ പറഞ്ഞത് സെയിം കണ്ടീഷൻ. അതായത് സ്പാനിങ് സബ്ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഈ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫിൽ എത്ര വെർട്ടിസസ് ഉണ്ടോ അത്രയും വെർട്ടിസസ് ഉണ്ടാവും. അതിലുള്ള ഓരോ വെർട്ടക്സിൻ്റെയും ഡിഗ്രി അറ്റ്ലീസ്റ്റ് n by 2 ആണ്. കാരണം സിൻസ് എനി പ്രോപ്പർ സൂപ്പർ ഗ്രാഫ് ഓഫ് ദിസ് ഫോം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് മോർ എഡ്ജസ്. ഇത് കാരണം കൊടുത്തിട്ടുള്ളതാണ്. സിൻസ് എനി പ്രോപ്പർ സൂപ്പർ ഗ്രാഫ് ഓഫ് ദിസ് ഫോം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് മോർ എഡ്ജസ്. അതായത് പ്രോപ്പർ സൂപ്പർ ഗ്രാഫ് കിട്ടുന്നത് സെയിം ഇതിൽ നമ്മൾ കൂടുതൽ എഡ്ജസ് ചേർക്കുമ്പോഴാണ് പ്രോപ്പർ സബ് ഗ്രാഫ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഒരു സ്പാനിങ് സബ് ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണ് വിത്ത് സെയിം കണ്ടീഷൻ. ദസ് ദർ വിൽ ബി എ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ജി വിത്ത് n വെർട്ടിസസ് ആൻഡ് ഡിഗ്രി ഓഫ് v ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n by 2 ഫോർ എവറി v in g. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തത് ഇതിൽ നിന്നുള്ള ഒരു സ്പാനിങ് സബ് ഗ്രാഫാണ്. സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സെയിം വെർട്ടക്സ് സെറ്റ് ആയിരിക്കും, പക്ഷേ എഡ്ജ് സെറ്റ് സെയിം ആയിട്ട് വരണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു വെർട്ടക്സ് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. സിൻസ് എനി പ്രോപ്പർ സബ് ഗ്രാഫ് എനി പ്രോപ്പർ സൂപ്പർ ഗ്രാഫ് ഓഫ് ദിസ് ഫോം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് മോർ എഡ്ജസ്. അപ്പോൾ ഈ സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫിൽ അത്രയും വെർട്ടിസസ് ഉണ്ട്, പക്ഷേ എഡ്ജസ് അത്രയും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു എഡ്ജ്, അതായത് രണ്ട് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടിസസിന് ഒരു എഡ്ജ് കൂടെ ചേർക്കുകയാണെങ്കിൽ ദസ് ദെയർ വിൽ ബി എ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ജി വിത്ത് n വെർട്ടിസസ് ആൻഡ് സെയിം കണ്ടീഷൻ n വെർട്ടിസസും ഡിഗ്രി ഓഫ് v ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n by 2 ഫോർ എവരി v in g. ഇപ്പോൾ നമുക്കിരിക്കുന്ന നമുക്ക് കിട്ടിയ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സ്പാനിങ് സബ് ഗ്രാഫ് കൺസിഡർ ചെയ്തു. അപ്പോൾ അതിനകത്ത് രണ്ട് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഗ്രാഫിൽ നമ്മളൊരു എഡ്ജ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് കിട്ടി. മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ മീൻസ് അതിൻ്റെ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞു, അത് ഹാമിൽട്ടോണിയൻ അല്ലായിരിക്കും, പക്ഷേ ഏതെങ്കിലും രണ്ട് വെർട്ടിസസ് നമ്മളിപ്പോൾ ഒരു എഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ അതൊരു ഹാമിൽട്ടോണിയനായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്തായി, നമ്മളിപ്പോൾ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ മീൻസ് അതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫായിട്ട് മാറി. യൂസിങ് ദിസ് ജി വി ഒബ്റ്റെയിൻ എ കോൺട്രഡിക്ഷൻ. കാരണം നമ്മളിവിടെ നോൺ ഹാമിൽട്ടോണിയൻ എന്നാണ് എടുത്തത്. അതിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ ഈ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ റീച്ച് ചെയ്തു. മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ മീൻസ് ഇറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ. അതായത് നമ്മൾ ആ രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ കണക്കിന് ഒരു എഡ്ജ് കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു മാക്സിമൽ അതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫായിട്ട് മാറി. അപ്പോൾ ഇതിൽ നിന്നൊരു കോൺട്രഡിക്ഷനാണ് കിട്ടിയത്. യൂസിങ് ദിസ് ജി വി ഒബ്റ്റെയിൻ എ കോൺട്രഡിക്ഷൻ. ജി കനോട്ട് ബി കംപ്ലീറ്റ് സിൻസ് കെ എൻ ഈസ് ഹാമിൽട്ടോണിയൻ. അതായത് കെ എൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫാണ് കെ എൻ. ഇനി കംപ്ലീറ്റ് ഗ്രാഫ് ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. എപ്പോഴും കംപ്ലീറ്റ് ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഇപ്പോൾ നമ്മളെടുത്തത് നോൺ ഹാമിൽട്ടോണിയൻ അല്ലേ, അതുകൊണ്ട് ജി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ല, കനോട്ട് ബി കംപ്ലീറ്റ്. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. കെ എൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫാണ്. കെ എൻ കംപ്ലീറ്റ്. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത് ഇപ്പോൾ നമ്മൾ റിസൾട്ട് എടുത്തത് നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. അതുകൊണ്ട് ഈ ഗ്രാഫ് ജി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കില്ല. ദസ് ദെയർ ആർ. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടിസസിനും പരസ്പരം ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. എല്ലാ വെർട്ടക്സും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ എഡ്ജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് അല്ല എന്ന് എടുക്കുമ്പോൾ ദസ് ദെയർ ആർ
ടു നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ്. അപ്പോൾ ഏതെങ്കിലും രണ്ട് വെർട്ടിസസ് നോൺ അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടിസസും പരസ്പരം അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പോൾ നോൺ കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് എങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് there are two non adjacent vertices u and v. അത് നമ്മൾ സ്മോൾ യു, രണ്ട് വെർട്ടിസസ് നോൺ അഡ്ജസൻറ്റിനെ യു ആൻഡ് വി എന്ന് എടുക്കുകയാണ്. ലെറ്റ് ജി പ്ലസ് യു വി ഡിനോട്ട് ദ സൂപ്പർ ഗ്രാഫ് ഓഫ് ജി ഒബ്റ്റെയിൻഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് ആൻ എഡ്ജ് ഫ്രം യു ടു വി. അപ്പോൾ യുവും വിയും നോൺ അഡ്ജസൻ്റ് ആണ്. യുവും വിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് എടുക്കുകയാണ്. യു വി എന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രാഫ് ജി പ്ലസ് യു വി ഡിനോട്ട് ദ സൂപ്പർ ഗ്രാഫ് ഓഫ് ജി. അതായത് ഒരു എഡ്ജ് കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യില്ലേ, അപ്പോൾ അത് സൂപ്പർ ഗ്രാഫാണ്. ഒരു എഡ്ജ് എങ്ങനെ ആഡ് ചെയ്യുവാണെങ്കിൽ അതിനെ സൂപ്പർ ഗ്രാഫ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ജി പ്ലസ് യു വി ഡിനോട്ട് ദ സൂപ്പർ ഗ്രാഫ് ഓഫ് ജി. അപ്പോൾ ജി പ്ലസ് യു വി ഡിനോട്ട് ദ സൂപ്പർ ഗ്രാഫ് ഓഫ് ജി ഒബ്റ്റെയിൻഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് ആൻ എഡ്ജ് ഫ്രം യു ടു വി. ഇപ്പോൾ ജി പ്ലസ് യു വി, ജി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ നോൺ ഹാമിൽട്ടോണിയൻസ് നോൺ സിമ്പിൾ ഗ്രാഫ്. അപ്പോൾ ദെൻ സിൻസ് ജി ഈസ് മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ, ജി മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫാണെന്ന് വന്നു. അപ്പോൾ ജി പ്ലസ് യു വി മസ്റ്റ് ബി ഹാമിൽട്ടോണിയൻ. ജി പ്ലസ് യു വി എന്തായി? ഹാമിൽട്ടോണിയൻ ഗ്രാഫായി. കാരണം നമ്മൾ അതിൽ ഒരു എഡ്ജ് കൂടെ ആഡ് ചെയ്തപ്പോൾ, യു വി എന്ന് പറയുന്ന ഒരു എഡ്ജ് കൂടെ ആഡ് ചെയ്തപ്പോൾ അത് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്, ഹാമിൽട്ടോണിയനായി. ജി പ്ലസ് യു വി മസ്റ്റ് ബി ഹാമിൽട്ടോണിയൻ. അപ്പോൾ ഹാമിൽട്ടോണിയൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടാവണം. അപ്പോൾ ജി പ്ലസ് യു വി എന്ന് പറയുന്ന ഹാമിൽട്ടോണിയൻ ഗ്രാഫാണെങ്കിൽ അതിനകത്തൊരു സൈക്കിൾ ഉണ്ടാവും. അതിന് നമ്മൾ സി എന്ന് എടുക്കുകയാണ്. ഓൾസോ ഇഫ് സി ഈസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഓഫ് ജി പ്ലസ് യു വി, സി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഓഫ് ജി പ്ലസ് യു വി ആണെങ്കിൽ ദെൻ ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ദ എഡ്ജ് യു വി. ആ യു വി എന്ന് പറയുന്ന എഡ്ജ് ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ. കാരണം സൈക്കിൾ ഫോം ആവണമെന്നുണ്ടെങ്കിൽ ആ എഡ്ജ് അവിടെ നെസസറി ആണ്. കാരണം ഈ യു വി എന്ന് പറയുന്ന എഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഹാമിൽട്ടോണിയൻ അല്ല, ഹാമിൽട്ടോണിയൻ സൈക്കിൾ അല്ലായിരിക്കും. ദസ് ചൂസിങ് സച്ച് എ സി, അതായത് ആ സൈക്കിൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും വി മേ റൈറ്റ് സി ഈക്വൽ ടു, ഇപ്പോൾ നമ്മളെ സൈക്കിൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ നോക്കിക്കോ, V1 V2 എക്സെട്രാ അപ് ടു V1 Vn V1. ഇതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. വെയർ V1 ഈക്വൽ ടു യു, Vn ഈക്വൽ ടു വി. ഫസ്റ്റ് വെർട്ടെക്സ് യുവും Vn എന്ന് പറയുന്നത് വിയും, ആൻഡ് ദി എഡ്ജ് Vn V1. Vn V1 ഈസ് ജസ്റ്റ് യു വി. Vn V1 എന്ന് പറഞ്ഞാൽ യു വി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത ആ ഒരു എഡ്ജിനെയാണ് Vn V1 എന്ന് പറയുന്നത്. ഇനിയാണ് ശരിക്കും തിയറം പ്രൂവ് ആകാനുള്ള കാര്യം. നൗ ലെറ്റ് എസ് ഈക്വൽ ടു, നമ്മൾ രണ്ട് സെറ്റ് എടുക്കുകയാണ്. എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ വി ഐ ബിലോങ്സ് ടു സി. ഇനിയിപ്പം സൈക്കിളാണ്, സൈക്കിളിലുള്ള വെർട്ടിസസ് ആണ് എല്ലാം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വി ഐ ബിലോങ്സ് ടു സി. വി ഐ ഈ സൈക്കിളിലുള്ള വി ഐ സച്ച് ദാറ്റ് ദർ ഈസ് എൻ എഡ്ജ് ഫ്രം യു ടു വി ഐ പ്ലസ് 1 ഇൻ ജി. അതായത് വി ഐ ബിലോങ്സ് ടു സി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് ആൻ എഡ്ജ് ഫ്രം യു ടു വി ഐ പ്ലസ് 1. യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1. അപ്പോൾ V1 ടു വി ഐ പ്ലസ് 1 ഇൻ ജി. അതായത് ഇങ്ങനെയുള്ള എല്ലാ എഡ്ജിനെയും എസ് എന്ന് പറയുന്ന സെറ്റിൽ എടുക്കുന്നു. ദർ ഈസ് ആൻ എഡ്ജ് ഫ്രം യു ടു വി ഐ പ്ലസ് 1. അതുപോലെ ടി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വി ജെ ബിലോങ്സ് ടു സി സച്ച് ദാറ്റ് ദർ ഈസ് ആൻ എഡ്ജ് ഫ്രം വി ടു വി ജെ. വി എന്ന് പറഞ്ഞാൽ Vn. അപ്പോൾ Vn ടു വി ജെ ഇൻ ജി. അപ്പോൾ ഈ രണ്ട് സെറ്റ് എടുത്തു, എസ് ആൻഡ് ടി. ദെൻ Vn ഡസ് നോട്ട് ബിലോങ്സ് ടു ടി. അപ്പോൾ Vn എന്ന് പറയുന്ന വെർട്ടെക്സ്, Vn ഈക്വൽ ടു, കണ്ടോ, വി എന്ന് പറയുന്ന വെർട്ടെക്സ് ടിയിലുണ്ടാവില്ല. കാരണം ഈ ടിയിലുള്ള വെർട്ടിസസ് എല്ലാം എങ്ങനെയാണ് ഇരിക്കുന്നത്? വി ടു വി ജെ. അപ്പോൾ നമ്മൾ Vn ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ വി ടു വി അഗെയിൻ വരും. അപ്പോൾ വി ടു since otherwise there would be an edge from v to Vn equal to v. അപ്പോൾ v to v means there is a v to v എന്ന് പറയുന്നത് നമുക്കറിയാം ലൂപ്പാണ് ഫോം ചെയ്യണം. ഇതൊരു സിമ്പിൾ ഗ്രാഫാണെന്ന് ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ എന്താണ്, Vn എന്ന് പറയുന്ന വെർട്ടെക്സ് ടിയിൽ വരില്ല. ബിക്കോസ് Vn ഇവിടെ വരികയാണെങ്കിൽ ഒരു ലൂപ്പ് ഫോം ചെയ്യും. ഇമ്പോസിബിൾ ബിക്കോസ് ജി ഈസ് സിമ്പിൾ. അടുത്ത് Vn എന്ന് പറയുന്നത് സെയിം വെർട്ടെക്സ് എസ്സിലും വരില്ല. Vn ഡസ് നോട്ട് ബിലോങ്സ് ടു എസ്. കാരണം എഗെയിൻ ഒരു ലൂപ്പ് തന്നെ ഫോം ചെയ്യും. കാരണം യു ടു ഇപ്പം നമുക്കിവിടെ അറിയാം
എസ് എന്ന് പറഞ്ഞാൽ U2 Vi+1 ആണ്. അപ്പോൾ ഇവിടെ Vn belongs to C എന്ന് പറയും, Vn belongs to S എന്ന് പറയുമ്പോൾ Vn belongs to C such that there is an edge from U2 Vn+1. Vn+1 നമുക്കിവിടെ Vn+1 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഇല്ല. അപ്പോൾ എഗെയിൻ നമ്മൾ ഈ Vn+1നെ V1 എന്ന് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും നമുക്ക് U2U എന്ന് പറയുന്നത് വരും. അതും U2 V1 = U എന്ന് വരും. അപ്പോൾ എഗെയിൻ നമുക്കവിടെ ലൂപ്പാണ് ഫോം ചെയ്യുന്നത്. U2U എഗെയിൻ നമുക്കവിടെ ലൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ അതും നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അനുസരിച്ചിട്ട് സിമ്പിൾ ഗ്രാഫ് ആയതുകൊണ്ട് അതും വരില്ല. സോ Vn എന്ന് പറയുന്ന വെർട്ടെക്സ് Vn Tയിലും വരില്ല, Vn Sലും വരില്ല. Vn does not belongs to T and Vn does not belongs to S also. അപ്പോൾ Vn does not belongs to S union T. Tയിലും ഇല്ല, Sലും ഇല്ല. അപ്പോൾ Vn does not belongs to S union T. Then letting modulus of S, modulus of T and modulus of S union T denote the number of elements in S, T and S union T respectively. ഇപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻസിൻ്റെ മോഡലസ് ഓഫ് എസും മോഡലസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതുപോലെ മോഡലസ് ഓഫ് എസ് യൂണിയൻ ടിയിലുള്ള എലമെൻറ്റ്സ് ആണ്. എസ് യൂണിയൻ ടിയിലുള്ള എലമെൻറ്റ്സ് മോഡലസ് ഓഫ് എസ് യൂണിയൻ ടിന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം Vn ഡസ് നോട്ട് ബിലോങ്സ് ടു എസ് യൂണിയൻ ടി. അപ്പോൾ ഇവിടെ n വെർട്ടിസസ് ഉണ്ട്. ഒബ്വിയസ്ലി ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ലെസ് ദാൻ n ആയിരിക്കും, കാരണം Vn ഡസ് നോട്ട് ബിലോങ്സ് ടു എസ് യൂണിയൻ ടി. അപ്പോൾ അവിടെ എന്തായാലും n-നെക്കാട്ടിലും കുറവ് എലമെൻറ്റ്സേ എസ് യൂണിയൻ ടിയിൽ ഉണ്ടാവുള്ളൂ. സോ വി ഗെറ്റ് മോഡലസ് ഓഫ് എസ് യൂണിയൻ ടി ലെസ് ദാൻ n. മോഡലസ് ഓഫ് എസ് യൂണിയൻ ടി ലെസ് ദാൻ n. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുക. Also for every edge incident with U, there corresponds precisely one vertex Vi in S. അതായത് മോഡലസ് ഓഫ് എസ്സിലുള്ളത് ഡിഗ്രി ഓഫ് U, കാരണം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് U2 Vi+1 ആണ്. അപ്പോൾ ഈ യുവിൽ ഈ എസ് എന്ന് പറഞ്ഞ സെറ്റിലുള്ളത് there is an edge from U2 Vi+1. അതുപോലെ ഇവിടെ there is an edge from V2J. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇതിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതായിരിക്കും. അതുകൊണ്ടാണ് മോഡലസ് ഓഫ് എസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് യു. മോഡലസ് ഓഫ് എസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് യു. ആ യുവിൽ ഇൻസിഡൻ്റ് ആവുന്ന അത്രയും നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ മോഡലസ് ഓഫ് എസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് യു, മോഡലസ് ഓഫ് ടി ഈക്വൽ ടു ഡിഗ്രി ഓഫ് വി. അപ്പോൾ അങ്ങനെ 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. മോർ ഓവർ ഇഫ് വി കെ, ഇപ്പോൾ നമ്മൾ വേറൊരു വെർട്ടെക്സ് എടുക്കുകയാണ്. ഇഫ് വി കെ ഈസ് എ വെർട്ടെക്സ് ബിലോങ് ടു ബോത്ത് എസ് ആൻഡ് ടി. ഈ 2 സെറ്റിലുള്ള ഒരു വെർട്ടെക്സ് ആണ് വി കെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് ആൻ എഡ്ജ് ഇ. ഇപ്പോൾ വി കെ എന്ന് പറയുന്നത് എസ്സിലുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ ദർ ഈസ് ആൻ എഡ്ജ് ഇ ജോയിനിങ് U2 Vk+1 ആസ് പെർ ദ ഡെഫിനിഷൻ ഓഫ് സെറ്റ് എസ്. എസ്സിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ടാണ് വി കെ ദർ ഈസ് ആൻ എഡ്ജ് ഇ ഫ്രം U2 Vk+1. അതുപോലെ വി കെ ടിയിലുള്ളതായതുകൊണ്ട് ദർ ഈസ് ആൻ എഡ്ജ് എഫ് ഫ്രം V2 Vk. നമ്മൾ എസ്സിലും ടിയിലും അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. എസ്സിലുള്ള എലമെൻ്റ് ആണെങ്കിൽ U2 Vi+1, അതുപോലെ V2 Vj. അതനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വി കെ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആണെങ്കിൽ ദർ ഇസ് ആൻ എഡ്ജ് ഫ്രം U2 Vk+1, അതുപോലെ ദർ ഇസ് ആൻ എഡ്ജ് എഫ് ഫ്രം V2 Vk. അപ്പോൾ നമുക്കൊരു പുതിയ സൈക്കിൾ കിട്ടും. ദിസ് ഗീവ്സ് C' ഈക്വൽ ടു B1 Vk+1 Vk+2. കാരണം ഇവിടെ നോക്കിക്കോ, ദർ ഇസ് ആൻ എഡ്ജ് U ഫ്രം U2 Vk+1. U എന്ന് പറഞ്ഞാൽ ഇവിടെ V1 ആണ്. സോ V1 Vk+1 Vk+2 എക്സെട്ര ടു Vn. ഇവിടെ V എന്ന് പറഞ്ഞാൽ Vn ആണ്. Vn2 Vk. അപ്പോൾ Vn Vk -1 എക്സെട്ര V2 V1. ഇതാണ് പുതിയ സൈക്കിൾ. ആസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഇൻ G, എ കോൺട്രഡിക്ഷൻ സിൻസ് G ഈസ് നോൺ ഹാമിൽട്ടോണിയൻ. നമ്മൾ അസ്യൂം ചെയ്തത് G നോൺ ഹാമിൽട്ടോണിയൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അസംഷൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പുതിയൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു കോൺട്രഡിക്ഷനായി. ദാറ്റ് മീൻസ് ഇവിടെ ഈ 2 സെറ്റിലും ഇൻക്ലൂഡ് ആവുന്ന ഒരു വെർട്ടെക്സ് ഇല്ല. ഇവിടെ വി കെ എന്ന് പറഞ്ഞ ഒരു വെർട്ടെക്സ് നമ്മൾ അസ്യൂം ചെയ്തത് കൊണ്ടാണ് നമുക്കൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ കിട്ടിയത്. നമ്മൾ അസ്യൂം ചെയ്തത് നമ്മുടെ ഗ്രാഫ് നോൺ ഹാമിൽട്ടോണിയൻ എന്നാണ്. അതുകൊണ്ട് ഈ വി കെ എന്ന് പറഞ്ഞ ഒരു വെർട്ടെക്സ് അവിടെ ഇല്ല. അപ്പോൾ ദിസ് ഷോസ് ദാറ്റ് ദർ ഇസ് നോ വെർട്ടെക്സ് വി കെ ഇൻ എസ് ഇൻ്റർസെക്ഷൻ ടി. അപ്പോൾ എസ്സിലും ടിയിലും കോമൺ ആയിട്ട് ഒരു വെർട്ടെക്സ് ഇല്ല. സോ എസ് ഇൻ്റർസെക്ഷൻ ടി ഈക്വൽ ടു എം ടി. അപ്പോൾ എസ് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറഞ്ഞാൽ എം ടി ആയി.
ഇനിയാണ് നമ്മൾ ശരിക്കും എടുക്കുന്നത്. അപ്പം മോഡുലസ് ഓഫ് എസ് യൂണിയൻ ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് പ്ലസ് മോഡുലസ് ഓഫ് ടി. ഇവിടെ എസ് ഇൻ്റർസെക്ഷൻ ടി എം ടി എന്ന് കൊണ്ടുവരാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ മോഡുലസ് ഓഫ് എസ് യൂണിയൻ ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് പ്ലസ് മോഡുലസ് ഓഫ് ടി. അപ്പോൾ ഈ 3 ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. 3 ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി. ഡിഗ്രി ഓഫ് യു എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എസ്. അപ്പോൾ മോഡുലസ് ഓഫ് എസ് പ്ലസ് മോഡുലസ് ഓഫ് ടി. മോഡുലസ് ഓഫ് എസ് പ്ലസ് മോഡുലസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എസ് യൂണിയൻ ടി. മോഡുലസ് ഓഫ് എസ് യൂണിയൻ ടി വിച്ച് ഈസ് ലെസ് ദാൻ എൻ. ഇക്വേഷൻ നമ്പർ 1 വിച്ച് ഈസ് ലെസ് ദാൻ എൻ. അപ്പോൾ ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ലെസ് ദാൻ എൻ എന്ന് കിട്ടി. ദിസ് ഈസ് ഇമ്പോസിബിൾ സിൻസ് ഇൻ ജി നമുക്കറിയാം ഡിഗ്രി ഓഫ് യു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ടു. ഏതൊരു വെർട്ടെക്സ് എടുത്താലും ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ടു. യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് നമ്മൾ അസ്യൂം ചെയ്തു. സോ അതിൻ്റെ ഡിഗ്രിയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ടു ആയിരിക്കും. അപ്പോൾ ഡിഗ്രി ഓഫ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ടു, ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ടു. അപ്പോൾ ഡിഗ്രി ഓഫ് യു പ്ലസ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. പക്ഷേ നമുക്ക് കിട്ടിയത് കോൺട്രഡിക്ഷൻ ആണ്. നമ്മളിവിടെ ഡെറൈവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ലെസ് ദാൻ എൻ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഒരു കോൺട്രഡിക്ഷനായി. ഇതിൻ്റെ കോൺട്രഡിക്ഷന് കാരണം നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തത് നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് അസ്യൂം ചെയ്തത് കൊണ്ടാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്. സോ ദിസ് കോൺട്രഡിക്ഷൻ ടെൽസ് us that we have wrongly assumed the result to be false. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് നെയിംഡ് തിയറം ആയതുകൊണ്ട് 15 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതായത് ഹാമിൽട്ടോണിയൻ ഗ്രാഫിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് റോങ്ലി അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മളൊരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ലാത്തതുകൊണ്ട് നോൺ ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് അല്ല എന്ന് വന്നു. കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അത് 2 നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് കിട്ടി. അത് ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ അസ്യൂം ചെയ്തു. പിന്നെ 2 സെറ്റ് എസ് ആൻഡ് ടി എന്ന് പറഞ്ഞ 2 സെറ്റ് അസ്യൂം ചെയ്തു. അതിൽ നിന്നും മോഡുലസ് ഓഫ് എസ് യൂണിയൻ ടി ലെസ് ദാൻ എൻ എന്ന് കിട്ടി. പിന്നെ ബാക്കിയെല്ലാം ആ സെറ്റ് വെച്ചിട്ട് അപ്പം എസ് ഇൻ്റർസെക്ഷൻ ടി എം ടി നമുക്ക് വരണം, എന്നാലേ നമുക്ക് ഈ ഒരു കോൺട്രഡിക്ഷനിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ലെസ് ദാൻ എൻ എന്ന് കൊണ്ടുവന്നു, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ അവർ അസംഷൻ ഈസ് റോങ് എന്ന് വന്നു. ഇതാണ് മെയിനായിട്ട് പറയാൻ. ഇത്രയാണ് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ തന്നെ ആ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അസ്യൂം ചെയ്ത്, അതായത് ആദ്യം അസ്യൂം ചെയ്ത സൈക്കിൾ ഇപ്പം V1 ഈക്വൽ ടു യു, V2 V3 എക്സെട്ര. ആദ്യം വി എൻ ആണ്, V0 V1 V2 എക്സെട്ര അപ് ടു VK പ്ലസ് 1 VK പ്ലസ് 2 എക്സെട്ര അപ് ടു VN -1 അഗൈൻ V0. ഇനി ഇതിൽ ഇത് നമ്മളിവിടെ E ആൻഡ് F എന്ന് പറഞ്ഞ 2 ഇത് പറഞ്ഞല്ലോ, 2 എഡ്ജ് പറഞ്ഞല്ലോ, U2 VK പ്ലസ് 1ഉം അഗൈൻ V2 VK. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇയും എഫും V2 VK U2 VK പ്ലസ് 1, അതുകൊണ്ടാണ് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയൊരു ഹാമിൽട്ടോണിയൻ സൈക്കിളാണിത്. സി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ ഹാമിൽട്ടോണിയൻ സൈക്കിൾ കിട്ടും. അത് കോൺട്രഡിക്ഷൻ, കാരണം നമ്മൾ നോൺ ഹാമിൽട്ടോണിയൻ അസ്യൂം ചെയ്തുകൊണ്ട് കോൺട്രഡിക്ഷൻ. അപ്പോൾ അതിൻ്റെ ഫിഗറാണിത്. അപ്പോൾ അതിന് ഈ ഒരു എന്ന് വെച്ചാൽ വലിയ തിയറം ആയതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. നെക്സ്റ്റ് തിയറം നോക്കിക്കോ. തിയറം സ്റ്റേറ്റ്മെൻറ്റ്. Let G be a graph with n vertices and let U and V be non-adjacent vertices in G such that degree of U plus degree of V greater than or equal to n. കഴിഞ്ഞ തിയറത്തിൻ്റെ സെയിം സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇനിയുള്ള എല്ലാം 2 ചെറിയ തിയറേ ഉള്ളൂ. ആ തിയറം എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ തിയറം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആവും. അതിനെ ബേസ് ചെയ്തിരിക്കുന്ന തിയറമാണ് ഇനി വരുന്ന തിയറം. സെയിം കാര്യമാണ് പറയുന്നത്. ജി സിമ്പിൾ ഗ്രാഫ്, n വെർട്ടിസസ്, 2 നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഉണ്ട്. ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. നമുക്ക് കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ലാസ്റ്റ് വന്നതാണത്. ലെറ്റ് ജി പ്ലസ് യു വി ഡിനോട്ട് ദ സൂപ്പർ ഗ്രാഫ് ഓഫ് ജി. അപ്പോൾ ഈ ഗ്രാഫിൽ യുവും വിയും നോൺ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ അഡ്ജസൻറ്റ് ചെയ്ത് യുവും വിയും അഡ്ജസൻസി കൊടുത്ത് ജി പ്ലസ് യു വി എന്ന് പറഞ്ഞ സൂപ്പർ ഗ്രാഫ് ഓഫ് ജി ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് യു ആൻഡ് വി ബൈ ആൻ എഡ്ജ്. അപ്പോൾ ജി പ്ലസ് യു വി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രാഫ് ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് യു ആൻഡ് വി. ദെൻ ജി ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി പ്ലസ് യു വി ഈസ് ഹാമിൽട്ടോണിയൻ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി ഈസ് ഹാമിൽട്ടോണിയൻ
ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി പ്ലസ് യു വി ഈസ് ഹാമിൽട്ടോണിയൻ. അപ്പോൾ ആദ്യം നമ്മൾ ജി ഹാമിൽട്ടോണിയൻ ആണ് എടുക്കുക. പ്രൂഫ് സപ്പോസ് ദാറ്റ് ജി ഈസ് ഹാമിൽട്ടോണിയൻ. ജി ഹാമിൽട്ടോണിയൻ ഗ്രാഫാണെന്ന് എടുക്കുവാണ്. ദെൻ ദി സൂപ്പർ ഗ്രാഫ് ജി പ്ലസ് യു വി മസ്റ്റ് ഓൾസോ ബി ഹാമിൽട്ടോൺ. ഓൾറെഡി ഈ ജി എന്ന് പറയുന്നത് ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണെങ്കിൽ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു എഡ്ജ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. സൂപ്പർ ഗ്രാഫ് ആവാൻ വേണ്ടി ആ യു വി എന്ന് പറയുന്ന ഒരു എഡ്ജ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ അതിനകത്തുള്ള ഹാമിൽട്ടോണിയൻ സൈക്കിൾ റിമൂവ് ആകില്ലല്ലോ. സോ ഇറ്റ് മസ്റ്റ് ഓൾസോ ബി ഹാമിൽട്ടോണിയൻ. അടുത്ത കോൺവേഴ്സ് പാർട്ട്. കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് ജി പ്ലസ് യു വി ഈസ് ഹാമിൽട്ടോണിയൻ. നമ്മളപ്പോൾ അടുത്ത് ജി പ്ലസ് യു വി ഹാമിൽട്ടോണിയൻ അസ്യൂം ചെയ്യുക. ദെൻ ഇഫ് ജി ഈസ് നോട്ട് ഹാമിൽട്ടോൺ, നമുക്കടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് ജി പ്ലസ് യു വി ഹാമിൽട്ടോണിയൻ എന്ന് അസ്യൂം ചെയ്തു. ജി ഹാമിൽട്ടോണിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് ദാറ്റ് ജി ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ വി ഒബ്റ്റെയിൻ. അപ്പം ജി ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തിയറം അനുസരിച്ച് നമുക്ക് ഈ ഒരു ഇനിക്വാലിറ്റി കിട്ടും. ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി. നമ്മൾ ലാസ്റ്റ് നോട്ട് ഹാമിൽട്ടോണിയൻ എന്ന് അസ്യൂം ചെയ്തപ്പം ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ലെസ് ദാൻ എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അതുപോലെ ആ തിയറം അനുസരിച്ച് കണ്ടോ, ബൈ തിയറം 3.6 ദ ഇനിക്വാലിറ്റി ബൈ ഡയറക്റ്റ് തിയറം വി ഗെറ്റ് ദ ഇനിക്വാലിറ്റി ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ലെസ് ദാൻ എൻ. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ which is a contradiction. Hence by hypothesis degree of u plus degree of p greater than or equal to n. Hence G must be Hamiltonian also as required. അതായത് നമ്മുടെ തിയറത്തിൽ തന്നെ നമ്മളിപ്പം ജി ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇനിക്വാലിറ്റി കിട്ടും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെന്ന്. സോ ഡയറക്ട്ലി വി ഗെറ്റ് ജി ഈസ് ഹാമിൽട്ടോണിയൻ. We get G is Hamiltonian also as required. Next definition, closure. Closure എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഡെഫിനിഷൻ നോക്കിക്കോ. G be a simple graph if there are two non-adjacent vertices u1 and v1 in G. G എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ഉണ്ട്. രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഉണ്ട് u1 ആൻഡ് v1 സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് u1 പ്ലസ് ഡിഗ്രി ഓഫ് v1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇപ്പോൾ പറഞ്ഞ കണ്ടീഷനാണ് ഡിഗ്രി ഓഫ് u1 പ്ലസ് ഡിഗ്രി ഓഫ് v1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഇൻ G. Join u1 and v1 by an edge to form super graph of g1. To form super graph g1. അപ്പോൾ ഒരു ഗ്രാഫ് ജി ഇരിക്കുകയാണ്. അതിനകത്ത് രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഉണ്ട് u1ഉം v1ഉം. അതിൻ്റെ ഡിഗ്രി ആഡ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, u1ഉം v1ഉം ആഡ് ചെയ്ത്, അതായത് അഡ്ജസൻറ്റ് ചെയ്ത് ഒരു എഡ്ജ് വെച്ചിട്ട് u1ഉം v1ഉം ജോയിൻ ചെയ്ത് ഒരു എഡ്ജ് യൂസ് ചെയ്ത് u1ഉം v1ഉം ജോയിൻ ചെയ്ത് g1 ഫോം ചെയ്യുകയാണ്. g1 എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രാഫ് ഫോം ചെയ്തു. ഇനി ഈ g1ൽ ദെൻ ഇഫ് ദെയർ ആർ ടു നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ്. ഇപ്പോൾ g1ൽ രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഉണ്ട് u2ഉം v2 such that degree of u2 plus v degree of v2 greater than or equal to n in g1. സെയിം റിപ്പീറ്റ് ചെയ്ത് വരെയാണേ. അപ്പോൾ നമ്മളിപ്പോൾ g1 എന്ന് പറഞ്ഞ സൂപ്പർ ഗ്രാഫ് കൺസ്ട്രക്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു ടു നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഉണ്ട് u2ഉം v2. അങ്ങനെയാണെങ്കിൽ അതിനെയും ജോയിൻ ചെയ്യാണ്, u2നെയും v2നെയും ജോയിൻ ചെയ്ത് ഒരു സൂപ്പർ ഗ്രാഫ് g2 ഫോം ചെയ്തു. എഗെയിൻ ഇതിനകത്തും രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഉണ്ടാകും u3 v3. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് finally we get continue in this way recursively joining pairs of non adjacent vertices. നമ്മൾ എല്ലാ നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസും ഇതുപോലെ ജോയിൻ ചെയ്ത് whose degree sum is at least n until no such pair remains. അതായത് എല്ലാ ടു പെയേഴ്സും എല്ലാ പെയർ ഓഫ് വെർട്ടിസസും അഡ്ജസൻ്റ് ആകുന്ന രീതിയിൽ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ഫൈനലായിട്ട് കിട്ടുന്നത് ദ ഫൈനൽ സൂപ്പർ ഗ്രാഫ് ദസ് ഒബ്റ്റൈൻഡ് ഈസ് കാൾഡ് ക്ലോഷർ ഓഫ് ജി. നമ്മൾ ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ സൂപ്പർ ഗ്രാഫിന് എന്ത് പറയും? അതായത് എല്ലാ നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസിനെയും ജോയിൻ ചെയ്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന സൂപ്പർ ഗ്രാഫിനെ ക്ലോഷർ എന്ന് പറയും. അതിനെ സി ഓഫ് ജി എന്ന് ഡിനോട്ട് ചെയ്യും. സി ഓഫ് ജി എക്സാമ്പിൾ ഇതാണ്, നോക്കിക്കോ. K7 ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കും. കാരണം എല്ലാ വെർട്ടിസസും പരസ്പരം അഡ്ജസൻ്റ് ആയിരിക്കും. എല്ലാ വെർട്ടിസസും അഡ്ജസൻ്റ് ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഗ്രാഫ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ K7 കംപ്ലീറ്റ് ഗ്രാഫ് K7 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലോഷർ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കും എപ്പോഴും. ഇനി എക്സാമ്പിൾ നോക്കിക്കോ. ഇത് കണ്ടോ, ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതിനകത്ത് u1ഉം v1ഉം അത് രണ്ടും അഡ്ജസൻ്റ് അല്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്രൊസീജിയറിൽ u1ഉം v1ഉം അഡ്ജസൻ്റ് ചെയ്തു. എഗെയിൻ u2ഉം v2 അഡ്ജസൻ്റ് അല്ല. അടുത്തത് u2ഉം v2 അഡ്ജസൻ്റ് ചെയ്തു. എഗെയിൻ u3 v3 അതും നമ്മൾ ജോയിൻ ചെയ്തു. അടുത്ത
U5ഉം V5ഉം അതും അഡ്ജസൻ്റ് ആക്കി U6 V6 അതുപോലെ U7 V7 ലാസ്റ്റ് കണ്ടോ എല്ലാ വെർട്ടിസസും അഡ്ജസൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫിഗർ കിട്ടി, ആ ഒരു ഗ്രാഫ് കിട്ടി. ഇതിനെയാണ് ക്ലോഷർ, ലാസ്റ്റ് കിട്ടുന്ന സൂപ്പർ ഗ്രാഫിനെ ക്ലോഷർ എന്ന് പറയും. അടുത്ത് ആ ക്ലോഷർ വെച്ചിട്ടൊരു തിയറം ഉണ്ട്, ബോണ്ടി-ചാറ്റൽ തിയറം 3.8. നോക്കിക്കോ, എ സിമ്പിൾ ഗ്രാഫ് G ഈസ് ഹാമിൽട്ടോണിയൻ. അതും ഇതുമായിട്ട് ഹാമിൽട്ടോണിയൻ ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. എ സിമ്പിൾ ഗ്രാഫ് G ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ക്ലോഷർ C ഓഫ് G ഈസ് ഹാമിൽട്ടോണിയൻ. അപ്പോൾ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ ക്ലോഷർ ഹാമിൽട്ടോണിയൻ ആയിരിക്കണം. അപ്പോൾ ആദ്യം അസ്യൂം ചെയ്യുക, സിൻസ് C ഓഫ് G നമുക്കറിയാം, C ഓഫ് G ഈസ് എ സൂപ്പർ ഗ്രാഫ് ഓഫ് G. C ഓഫ് G എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രാഫ് ആണല്ലോ, ക്ലോഷർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രാഫാണ്. കാരണം ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഓരോ എഡ്ജായിട്ട് ആഡ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ഗ്രാഫാണ് സൂപ്പർ ഗ്രാഫാണ് ക്ലോഷർ. അപ്പോൾ C ഓഫ് G ഈസ് എ സൂപ്പർ ഗ്രാഫ് ഓഫ് G. ഇഫ് G ഈസ് ഹാമിൽട്ടോണിയൻ ദെൻ C ഓഫ് G മസ്റ്റ് ബി ഹാമിൽട്ടോണിയൻ. അപ്പോൾ ആദ്യം G ഹാമിൽട്ടോണിയൻ ആണ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ക്ലോഷർ ഹാമിൽട്ടോണിയനായിട്ട് കിട്ടും. കാരണം ജിയിൽ ഓൾറെഡി ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ഉണ്ട്, നമ്മൾ അതിൽ നിന്നൊന്നും റിമൂവ് ചെയ്യുന്നില്ല. ആ ഗ്രാഫിൽ നമ്മൾ വീണ്ടും ഓരോ എഡ്ജസ് ആഡ് ചെയ്ത് ഒരു സൂപ്പർ ഗ്രാഫ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഓൾറെഡി ഇതും സൂപ്പർ ഗ്രാഫ് ഒബ്വിയസ്ലി ഹാമിൽട്ടോണിയൻ ആവും. അടുത്ത് കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് C ഓഫ് G ഈസ് ഹാമിൽട്ടോണിയൻ. അടുത്ത് C ഓഫ് G ഹാമിൽട്ടോണിയൻ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി ഈ C ഓഫ് G എങ്ങനെ ഫോം ചെയ്ത് നോക്കിയോ, ഫസ്റ്റ് G എന്ന് പറഞ്ഞ ഗ്രാഫ് ഉണ്ട്, G1 G2 എക്സെട്രാ ടു GK-1 GK ഈക്വൽ ടു C ഓഫ് G. ഇത്രയും സ്റ്റെപ്സ് വന്നിട്ടാണ് നമുക്ക് സൂപ്പർ ഗ്രാഫ്, അതായത് ക്ലോഷർ ഫോം ചെയ്യുന്നത്. ബി ദ സീക്വൻസ് ഓഫ് ഗ്രാഫ് ഒബ്റ്റൈൻഡ് ബൈ പെർഫോമിംഗ് ദ ക്ലോഷർ പ്രൊസീജിയർ ഓൺ G. നേരത്തെ ഈ ഒരു ഇതിനകത്ത് പറഞ്ഞില്ലേ, ഇപ്പോൾ G1 G2 G3 അങ്ങനെ എക്സെട്രാ ടു ലാസ്റ്റാണ് G7 ഈക്വൽ ടു K7 എന്ന് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു ഗ്രാഫിൽ G1 G2 എക്സെട്രാ ടു K പ്രൊസീജിയർ ചെയ്തിട്ടാണ് നമുക്ക് C ഓഫ് G കിട്ടുന്നത്. സിൻസ് C ഓഫ് G ഈക്വൽ ടു GK ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം GK-1 ബൈ സെറ്റിംഗ് GK ഈക്വൽ ടു GK-1 പ്ലസ് UV where U, V is a pair of non-adjacent vertices in GK-1 with degree of U plus degree of V greater than or equal to N. ഇത് ഡെഫിനിഷനാണ് പറയുന്നത്, ക്ലോഷറിൻ്റെ ഡെഫിനിഷൻ. അതായത് C ഓഫ് G ഈക്വൽ ടു GK എങ്ങനെയാണ് കിട്ടിയേ, GK-1 നിന്നാണ് നമ്മൾ GK ഫോം ചെയ്തത്. GK-1 നിന്നും GK ഫോം ചെയ്യുന്നു. അതെങ്ങനെ GK എന്ന് പറഞ്ഞാൽ സച്ച് ദാറ്റ് GK ഈക്വൽ ടു GK-1 കൂടെ ഒരു എഡ്ജ് കൂടെ ആഡ് ചെയ്തു, UV എന്ന് പറഞ്ഞൊരു എഡ്ജ്, വേർ U, V is a pair of non-adjacent vertices. അതൊരു നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ആയിരിക്കുമല്ലോ യുവും വിയും, സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇത് ഡെഫിനിഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഫോളോസ് ഫ്രം തിയറം 3.7 ഇതാ പറഞ്ഞു നമ്മൾ. ഇതാ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. അപ്പോൾ അതനുസരിച്ച് പറയുകയാണെങ്കിൽ GK-1 ഈസ് ഹാമിൽട്ടോണിയൻ. ഈ GK-1 എന്ന് പറയുന്ന ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആയിരിക്കും. സിമിലർലി GK-2 എക്സെട്രാ G2 G1 ഇതെല്ലാം ഹാമിൽട്ടോണിയനാണ്. G എല്ലാം ഹാമിൽട്ടോണിയനാണ്. അപ്പോൾ സോ G മസ്റ്റ് ബി ഹാമിൽട്ടോണിയൻ. അപ്പോൾ GK ഹാമിൽട്ടോണിയൻ, GK-1 G2 എക്സെട്രാ G1. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ Gയും ഹാമിൽട്ടോണിയൻ. ഓൾസോ G മസ്റ്റ് ബി ഹാമിൽട്ടോണിയൻ. ഇതാണ് ബോണ്ടി-ചാറ്റൽ തിയറം. അടുത്തൊരു കൊറോളറി, അതിൻ്റെ ഡെഫിനേഷൻ, അതിന് പ്രൂഫൊന്നുമില്ല. G be a simple graph on n vertices with n greater than or equal to 3. ഈ ഒരു സെക്ഷനിൽ ഫുള്ള് സിമ്പിൾ ഗ്രാഫാണ്, n വെർട്ടിസസ് ഉണ്ട്, n greater than or equal to 3. ഇത് ഇത്രയും എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇഫ് C ഓഫ് G ഈസ് കംപ്ലീറ്റ് ആണല്ലോ, കാരണം C ഓഫ് G എന്ന് പറഞ്ഞാൽ ക്ലോഷർ ആണ്. ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന സൂപ്പർ ഗ്രാഫ്, അതായത് എല്ലാ നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസും നമ്മളവിടെ അഡ്ജസൻ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അഡ്ജസൻ്റ് ആക്കുമ്പോഴത്തേക്കും അതൊരു കംപ്ലീറ്റ് ഗ്രാഫായിട്ട് ഫോം ചെയ്യും. ഈ എക്സാമ്പിൾ തന്നെ ഈ ലാസ്റ്റ് ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്കറിയാം എല്ലാ വെർട്ടിസസും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്. അപ്പോൾ ക്ലോഷർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, അതാണ് മീനിങ്. അപ്പോൾ C ഓഫ് G ഈസ് കംപ്ലീറ്റ്. ഇഫ് C ഓഫ് G ഈസ് കംപ്ലീറ്റ്, ദാറ്റ് ഈസ് ഇഫ് C ഓഫ് G ഈക്വൽ ടു KN എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, ദെൻ G ഈസ് ഹാമിൽട്ടോണിയൻ. അങ്ങനെയാണെങ്കിൽ G ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ പ്രൂഫ് തന്നെ, ക്ലോഷർ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രൂവ് ചെയ്തല്ലോ ഹാമിൽട്ടോണിയൻ ആണ്. സിൻസ് എനി കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ, ദിസ് ഈസ് ഇമ്മീഡിയറ്റ് ഫ്രം ദി തിയറം. തൊട്ട് മുമ്പിലത്തെ തിയറം അനുസരിച്ച് ദ കംപ്ലീറ്റ് ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണ്. അപ്പോൾ
ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് തന്നെയാണ്. ക്ലോഷർ ഹാമിൽട്ടോണിയനാണെന്ന് പ്രൂവ് ചെയ്ത് തൊട്ട് മുമ്പിലത്തെ തിയറത്തിൽ. അതനുസരിച്ചിട്ട് കംപ്ലീറ്റ് ഗ്രാഫും ഹാമിൽട്ടോണിയൻ തന്നെയാണ്. അടുത്ത ഈ തിയറത്തിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിലും നേരത്തെ ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം പറഞ്ഞു, ഇത് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. രണ്ടിലും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി. ഇതും സെയിം, അതിലുള്ള സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. വി ക്യാൻ റെപ്രസെൻറ്റ് ദ സെയിൽസ്മാൻസ് ടെറിട്ടറി ബൈ എ വെയ്റ്റഡ് ഗ്രാഫ് G where the vertices corresponds to the towns and two vertices are joined by a weighted edge if and only if there is a road connecting the corresponding towns which does not pass through any of the other towns. അതായത് ഓരോ എഡ്ജും ഓരോ വെർട്ടിസസും ഓരോ എഡ്ജും. അപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നേരത്തെ പോസ്റ്റ്മാൻ പറഞ്ഞപ്പോൾ ഇവിടെ സെയിൽസ്മാൻ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഒരു വെയ്റ്റഡ് ഗ്രാഫ് G, അവിടെയും നമ്മൾ വെയ്റ്റഡ് ഗ്രാഫാണ് പറയുന്നത്. കാരണം ആ ലെങ്ത് നമ്മുടെ റൂട്ടിൻ്റെ ലെങ്ത് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വെയ്റ്റഡ് ഗ്രാഫ് എന്നല്ല അത് മെൻഷൻ ചെയ്യാൻ കാരണം. അപ്പോൾ വെയ്റ്റഡ് ഗ്രാഫ് G വേർ ദി വെർട്ടിസസ് കറസ്പോണ്ട് ടു ദ ടൗൺസ്. അപ്പോൾ വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഓരോ ടൗൺസ്, അവിടെ ജംഗ്ഷൻസിനെയാണ് വെർട്ടിസസ് എന്ന് പറഞ്ഞത്. ആൻഡ് ടു വെർട്ടിസസ് ആർ ജോയിൻഡ്, രണ്ട് വെർട്ടിസസ് ജോയിൻ ചെയ്യണമെങ്കിൽ ബൈ എ വെയ്റ്റഡ് എഡ്ജ്, രണ്ട് വെർട്ടിസസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ there is a road connecting the corresponding towns. അപ്പോൾ രണ്ട് ടൗൺ തമ്മിൽ കണക്ട് ചെയ്യാൻ അവിടെ ഒരു റോഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എഡ്ജായിട്ട് കൺസിഡർ ചെയ്യും. വിച്ച് ഡസ് നോട്ട് പാസ് ത്രൂ എനി ഓഫ് അതർ ടൗൺസ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വെർട്ടിസസിനെ ഒരു എഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യുകയാണ്. പക്ഷേ ഈ വെർട്ടിസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേറെ ഒരു എഡ്ജ് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് മീൻസ് ദർ ഈസ് നോ പാരലൽ എഡ്ജസ്. അതാണ് ഇവിടെ പറയുന്നത്. If and only if there is a road connecting the corresponding towns which does not pass through any of other towns. The edges weight representing the length of the road between the towns. അത് നമുക്കറിയാം. എഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് ഓഫ് ദി റോഡാണ് എഡ്ജസ് വെയ്റ്റ്. ദിസ് പ്രോബ്ലം ഈസ് നോൺ as TSP, അതായത് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ആൻഡ് വി ഷാൽ റെഫർ ടു എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഓഫ് മിനിമം വെയ്റ്റ് ആസ് ആൻ ഒപ്റ്റിമൽ സർക്യൂട്ട്. ഇവിടെ നമ്മൾ എന്താണ്, ഏറ്റവും കുറവ് ദൂരം സഞ്ചരിച്ച് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് എപ്പോഴും മിനിമം വെയ്റ്റ് മീൻ കുറച്ച് ദൂരം സഞ്ചരിക്കുക. അപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് കിട്ടുന്നത് ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിളാണ് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു മെത്തേഡിൽ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ എപ്പോഴും നമുക്ക് ഒപ്റ്റിമൽ സർക്യൂട്ട്, അല്ലെങ്കിൽ ഒപ്റ്റിമൽ സർക്യൂട്ട് മീൻസ് മിനിമം സർക്യൂട്ട്. അപ്പോൾ ചെറിയ ഒരു സർക്യൂട്ടായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഹാമിൽട്ടോണിയൻ സൈക്കിളാണ് നമുക്കിവിടെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ പറയുന്നത് ഈ സെയിൽസ്മാൻ യാത്ര ചെയ്യുന്നത് ഓരോ ടൗൺസിനെയും നമ്മൾ വെർട്ടിസസ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓരോ എഡ്ജസിനെയും, അതായത് ഈ ടൗൺ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെർട്ടിസസ് എഡ്ജസിനെ നമ്മൾ ടൗൺ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡിനെ എഡ്ജസായിട്ട് മെൻഷൻ ചെയ്യുന്നു. പിന്നെ അവിടെ വെയിറ്റ് അനുസരിച്ചിട്ട്, വെയിറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ടൗൺസ്. അതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഇതിനകത്തും സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെയിനാർ ഗ്രാഫാണ്. ഇതാണ് നമ്മുടെ പോർഷനിലെ ലാസ്റ്റ് സെക്ഷനാണ് പ്ലെയിനാർ ഗ്രാഫ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ക്ലാസ്സിന്.